Welcome to my classroom, Design of Concrete Structures 2, Civil Engineering, Semester 6, KTU. Hi all, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today's topic, columns subjected to compression and uniaxial bending. Problems. Module 1, topic, columns subjected to compression and uniaxial bending. Okay, adile numerical problems aanu. Problem number 1. Question. A short RC column 300 mm wide and 500 mm deep is reinforced with 6 bars. 6 bars of 20 mm diameter. Okay, arranged as shown in figure. Okay, clear? As shown in figure. This is a figure. Determine the bending moment MU about an axis bisecting the depth when it is also subjected to PU 800 kilonewton. Assume M20 grade concrete and FE 415 grade steel. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. ആർ സി കോളമാണ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളമാണ്. നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ട് 300 mm വൈഡ് ആൻഡ് 500 mm ഡീപ്പ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ കോളം. ഓക്കെ, 300 mm wide, this is 300 mm and 500 mm deep. Depth ആണ് 500 mm. Is reinforced with 6 bars. 6 bar of 20 mm diameter. Okay, 6 bars of 20 mm diameter ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഫിഗറിലുണ്ട് 1, 2, 3, 4, 5, 6. 6 bars ആണ്. റീഇൻഫോഴ്സ്മെന്റ് 6 എണ്ണം ഉണ്ട്. 20 mm ഡയമീറ്ററിന്റെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ ബെൻഡിങ് മൊമെന്റ് MU ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ഇറ്റ് ഈസ് ഓൾസോ സബ്ജക്റ്റഡ് ടു, അതിലേക്കുള്ള അൾട്ടിമേറ്റ് ലോഡ് PU, അൾട്ടിമേറ്റ് ലോഡ് 800 kilonewton നമുക്ക് തന്നിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ ഗ്രേഡ് M20 ആയിട്ടും സ്റ്റീല് FE 415 ആയിട്ട് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നമുക്ക് MU ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്, അൾട്ടിമേറ്റ് ലോഡ് 800 kilonewton. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഗിവൺ ഡേറ്റാസ് എഴുതാം. ഓക്കെ, ഗിവൺ ഡേറ്റ. ഓക്കെ, എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? വൈഡ്, നമുക്കതിനെ സ്മോൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് വൈഡ് 300 mm. ഓക്കെ, അതുപോണക്ക് 500 mm ഡീപ്പ്, ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട് 500. അതിനെ നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് എടുക്കാം. ഇറ്റ് ഈസ് 500 mm. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് 5 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 20 mm. പിന്നെ നമുക്ക് എന്താ അൾട്ടിമേറ്റ് ലോഡ് തന്നിട്ടുണ്ട് PU. ഓക്കെ, അൾട്ടിമേറ്റ് ലോഡ് അല്ല എങ്കിൽ ആക്ച്വൽ ലോഡ്, ആക്സിയൽ ലോഡ് എന്നാ തന്നിരിക്കുന്നതെങ്കിൽ അൾട്ടിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഫാക്ടേർഡ് ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇൻറ്റു 1.5 ചെയ്യുമായിരുന്നു. അൾട്ടിമേറ്റ് അല്ലെ ഫാക്ടേർഡ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 1.5 ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് അൾട്ടിമേറ്റ് ലോഡാണ് തന്നിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് M20 ആയിട്ട് അസ്യൂം ചെയ്യാൻ. സോ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് FCK എത്രയാ? 20 Nm². അതുപോലെ സ്റ്റീലിന്റെ ഗ്രേഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് FY 415 Nm². ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിഗറിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 50 mm നമുക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എഫക്റ്റീവ് കവർ. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് D'. ഓക്കെ, 50 mm D'. ഓക്കെ, നമുക്ക് ഇനി MU ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ചാർട്ട് പ്രകാരമാണ് SP16
SP16 ചാർട്ട് പ്രകാരമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. സോ നമുക്ക് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. PU/FCK/BD യും MU/FCK/BD² നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ MU തന്നിട്ടില്ല. സോ നമുക്ക് MU/FCK/BD² നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതിനു മുന്നേ നമുക്ക് ചാർട്ട് ഒന്ന് എടുക്കാം. നമ്മുടെ SP16 ഇതാണ് നമ്മുടെ ഡിസൈൻ എയ്ഡ്സ് ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. IS 456 1978 ആണ്, ഹാൻഡ് ബുക്ക് ആണ്. ഇതിനെയാണ് നമ്മൾ SP16 എന്ന് പറയുന്നത്. ഇതിനകത്തായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ചാർട്ട് എടുക്കുന്നത്. നമുക്ക് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർട്ട് 24 മുതൽ ആക്സിയൽ കംപ്രഷൻ അത് അങ്ങനെ പോവും. ഓക്കെ, 72 ചാർട്ട് നമുക്ക് ഇനിയും ഉണ്ട്, 82 അങ്ങനെ ചാർട്ട് നമുക്ക് കിടപ്പുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കിയേ മതിയാവുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിസൈൻ എയ്ഡ്സ് SP16 അല്ലെങ്കിൽ IS 456 1978. ഇതിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് പാരാമീറ്റേഴ്സ് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മുടെ ചാർട്ട് ഇതാണ് നമ്മുടെ കർവ് വരുന്നത്. ഇതിന്റെ X ആക്സിസിലാണ് MU/FCK/BD², Y ആക്സിസിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും PU/FCK/BD യും വരുന്നത്. Y ആക്സിസിലാണ് MU/FCK/BD², Yയില് PU/FCK/BD. ഓക്കെ, ഇതിന് മുകളിലായിട്ട് കംപ്രഷൻ വിത്ത് യൂണിയാക്സിൽ ആണോ ബൈആക്സിൽ ആണോ, എന്താണ്, റെക്ടാംഗുലർ ആണ്, റെക്ടാംഗുലർ, സർക്കുലർ ആണ്, അങ്ങനെ. ഇനി റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എങ്ങനെയാണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചാർട്ട് എടുക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് FY 415 ആണോ 250 ആണോ അത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു D' എഫക്റ്റീവ് കവറിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമ്മുടെ ചാർട്ടിന്റെ എല്ലാം മുകളിലായിട്ട്, ചാർട്ടിൽ തന്നെ മുകളിലായിട്ട്, ഇത് ചാർട്ടിന്റെ ഇത് മുകളിൽ, ഇത് ചാർട്ടിൽ തന്നെ FY യും D'/D. നിങ്ങൾക്ക് കാണാൻ സാധിക്കും D'/D. അത് നമുക്ക് 0.1. ഇനി വേറൊരു ചാർട്ട് കാണിക്കാം. D'/D 0.2. അങ്ങനെ നമുക്ക് ചാർട്ടിൽ D'/D റേഷ്യോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് ആദ്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 5 ആയിരുന്നു, മാഞ്ഞുപോയെ. 20 mm FCK. ഓക്കെ, PU ആയിരുന്നു 800. ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നുള്ള. ഓക്കെ, നമുക്ക് D' കിട്ടി. സോ നമുക്ക് ആദ്യം D'/D ഫൈൻഡ് ഔട്ട് ചെയ്യാം. D' നമുക്ക് 50, ക്യാപിറ്റൽ D ഇറ്റ് ഈസ് 500, സോ ഇറ്റ് ഈസ് 0.1. ഓക്കെ, D'/D കിട്ടി. FY 415 ആണ്. ഓക്കെ, നമുക്കിവിടെ റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. 2 സൈഡ്സിൽ ഈക്വലി ആണ്. 6 ബാർസ് ഉണ്ട്, 3 നമ്പേഴ്സ് ഇവിടെയും 3 നമ്പേഴ്സ് ഇവിടെയും. സോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 2 സൈഡ്സ് ആണ്. സോ നമുക്ക് അത് വെച്ച് വേണം ചാർട്ട് എടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ചാർട്ടിലെ പാരാമീറ്റേഴ്സ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് PU/FCK/BD. PU നമുക്ക് എത്രയാ? 800. കാണാലോ? 800/FCK. FCK എത്രയാ? 20 ഇൻറ്റു B 300 ഇൻറ്റു D ക്യാപിറ്റൽ D 500. ഓക്കെ, ഒന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. 800 ഡിവൈഡഡ് ബൈ 800 നമുക്ക് എന്താ? കിലോ ന്യൂട്ടണിലാണ് കൺവേർട്ടഡ് ഇൻറ്റു ന്യൂട്ടൺ. ഓക്കെ, ഇൻറ്റു 10⁻³ ഓക്കെ, ടപ്പെന്നൊന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് വാല്യൂസ് പറഞ്ഞേ. 800 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 300 ഇൻറ്റു 500. ഓക്കെ, ഇറ്റ് ഈസ് 0.267. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോവാം. നമുക്ക് ഏതാ ചാർട്ട്? D'/D 50/500 നമുക്ക് 0.1 ആണ് കിട്ടിയത്. സോ നമ്മൾ വീണ്ടും ചാർട്ട് ഒന്ന് എടുത്തു. ഓക്കെ, നമുക്ക് കംപ്രഷൻ മെമ്പർ വിത്ത് ബെൻഡിങ് ആണ്. കാരണം നമ്മൾ എടുത്ത ടോപ്പിക്ക് കംപ്രഷൻ ആൻഡ് യൂണിയാക്സിയൽ ബെൻഡിങ് ആണ്. ഓക്കെ, റെക്ടാംഗുലർ ആണ് നമ്മുടെ കോളം പറഞ്ഞിട്ടുള്ളത്. കംപ്രഷൻ മെമ്പർ വിത്ത് ബെൻഡിങ്, റെക്ടാംഗുലർ സെക്ഷൻ ആണ് നമ്മുടെ കോളം. റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണല്ലോ. നമുക്ക് പക്ഷെ FY പറഞ്ഞിട്ടുള്ളത് 415. ഈ ചാർട്ട് FY 250 ആണ്. അപ്പൊ ചാർട്ട് 28 നമുക്ക് പറ്റില്ല. നിങ്ങൾ സെർച്ച് ചെയ്തോണേ, സ്പീഡപ്പ് ആവാനായിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്തു.
ചാർട്ട് 29 ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ D'/D എന്താ 0.15 ആണ്. ഓക്കെ, FY250 അത് നമുക്ക് പറ്റില്ല. കംപ്രഷൻ മെമ്പർ അടുത്ത ചാർട്ട് 30 നോക്കിക്കേ. കംപ്രഷൻ മെമ്പർ വിത്ത് ബെൻഡിങ് റെക്ടാംഗുലർ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ്. FY250 നമുക്ക് പറ്റില്ല, നമുക്ക് 415 ആണ്. ഇത് 31 നമുക്ക് FY415 ആണ്. ബട്ട് D'/D 0.05 ആ. ഓക്കെ, ഇത് നമുക്കപ്പം 0.1 ആണ് വേണ്ടത്. സോ നമ്മുടെ ചാർട്ട് 32 കംപ്രഷൻ മെമ്പർ വിത്ത് ബെൻഡിങ് റെക്ടാംഗുലർ സെക്ഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് FY415. സി 415. D'/D 0.1. സി 0.1. നമുക്കപ്പം ഇതാണ് FY415 ആണ്. ഇതാണ് നമ്മുടെ ചാർട്ട് 32. ഓക്കെ, യൂസ് ചാർട്ട് 32. ക്ലിയർ? ഓക്കെ, എടുത്തു. ഇനി നമുക്ക് എന്താ നോക്കിക്കേ, നമ്മുടെ എക്സില് MU/FCK BD², ബട്ട് നമുക്ക് MU ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വൈയില് നമുക്ക് PU/FCK BD അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്ര കിട്ടി? 0.267. ക്ലിയർ? നമുക്ക് ഇനി എന്താ MU ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബട്ട് നമുക്ക് എന്താ കേർവ്, ഈ കേർവ് ഉണ്ടോ, ഈ കേർവ് നമുക്ക് കിട്ടുന്നത് എന്തുട്ടാ നോക്കിക്കേ, P/FCK ആണ് ഈ കേർവ്. P/FCK. ഓക്കെ, അപ്പൊ നമുക്ക് P/FCK ഫൈൻഡ് ഔട്ട് ചെയ്യാം. P/FCK. ഓക്കെ, അപ്പൊ നമുക്ക് P എന്താ? പെർസെന്റേജ് ഓഫ് സ്റ്റീൽ. പെർസെന്റേജ് ഓഫ് സ്റ്റീൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാണാമല്ലോ, പെർസെന്റേജ് ഓഫ് സ്റ്റീൽ. P ഈക്വൽ ടു ഇക്വേഷൻ ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ ഗ്രോസ് ഏരിയ. റെക്ടാംഗുലർ ആണ്, B ഇൻറ്റു D ഇൻറ്റു പെർസെന്റേജ് 100. ഓക്കെ, ഇനി നമുക്ക് എന്താ ഏരിയ ഓഫ് സ്റ്റീൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. AS, ASC, AS എന്താണെങ്കിലും എടുക്കാം. ഓക്കെ, ഈക്വൽ ടു എന്താ 6 ബാർസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. π/4 D². D² എത്രയാ? 20². ക്ലിയർ ആണല്ലോ? യെസ്. എത്ര കിട്ടി? 6 ഇൻറ്റു π/4 ഇൻറ്റു 20². 1885 mm². ഓക്കെ, ഇനി നമുക്ക് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ P ഈക്വൽ ടു AS 1885 divided by gross area B into D, it is 300 into 500 into 100. ടപ്പെന്നൊന്ന് കാൽക്കുലേറ്റർ ചെയ്തേ, എത്ര വന്നു? it is 1.256. ഓക്കെ, നമുക്കപ്പോൾ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ P കിട്ടി. സോ നമുക്ക് P/FCK ചെയ്യാം. ഓക്കെ, P എത്രയായിരുന്നു? 1.256. FCK എത്രയാണ്? ഇറ്റ് ഈസ് 20. ഓക്കെ, എത്ര വന്നു? 0.0628. നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് 0.063. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇപ്പൊ നമുക്ക് PU/FCK BDയും P/FCK കിട്ടി. ഇനി നമുക്ക് ചാർട്ട് ചെയ്യുന്ന ഓക്കെ, ഫ്രം ചാർട്ട് 32 we get MU/FCK BD². okay, see chart 32. use your pencil. okay, പെൻ യൂസ് ചെയ്യരുത്. പെൻസിൽ വെച്ചിട്ട് ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ പെൻസിൽ എടുക്കുക. ചാർട്ട് 32 കംപ്രഷൻ വിത്ത് ബെൻഡിങ് റെക്ടാംഗുലർ സെക്ഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്. ഈക്വലി ഓൺ 2 സൈഡ്സ് എടുത്തു നമ്മൾ. FY415 ഒന്നുകൂടെ കൺഫേം ചെയ്തു. D'/D 0.1 ആണ്. നമുക്ക് PU/FCK നമുക്ക് വന്നിട്ടുള്ളത് 0.267 ആണ്. ഓക്കെ, 0.2 സി 0.1 0.2 267 ആണ്. ഇത് 0.0204. അപ്പം 0.22 0.24 0.2667 ആണ്. സോ ഇവിടെ വരും. ഓക്കെ, കാണാമല്ലോ? യെസ്. ഇനി നമുക്ക് P/FCK ഈ കർവ് ആണ്. ഈ കർവ് ആണ് P/FCK. ഓക്കെ, P/FCK നമുക്ക് വന്നിട്ടുള്ളത് 0.063. ഇത് 0.02 0.04 0.06
നെക്സ്റ്റ് 0.08 ആണ്, നമുക്ക് 0.063 ആണ്. സോ നമുക്ക് ഇവിടെ വരും. ഓക്കെ, അപ്പം നമ്മുടെ ഈ കർവും ഇതും കൂടി. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ഇവിടെ. ഓക്കെ, ദിസ് ഈസ് 0.1. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് വരും 1, 0.1, 1, 1, 2, 1, 3. ഓക്കെ, it is. So it is 0.13. കർവിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇവിടെ 0.13. കാരണം ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുണ്ട്. സോ ഈ 3 വരെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ mu ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ mu equal to 0.13 into FCK into BD square. 0.13 into FCK 20, B 300 into D square 500 square. ഓക്കെ, എത്ര വന്നു? ടപ്പെന്ന് കാൽക്കുലേറ്റർ അടിച്ചേ. 0.13 into 20 into 300 into 500 square. Yeah. 195 into 10 raised to 6 Newton mm. 195 into 10 raised to 6 Newton mm. That is 195 kilo Newton meter. Okay. Finally, mu equal to 195 kilo Newton meter. Factored moment or ultimate moment. Okay, factored moment or ultimate moment mu equal to 195 kilo Newton meter. Okay, പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രോബ്ലം ആണ്, വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സ്റ്റെപ്പ് വീഡിയോ പോസ് ചെയ്ത് തന്നെ നോക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.